നമസ്കാരം. രാജ്യത്ത് തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന അപൂർവ നേട്ടവുമായാണ് 21-കാരിയായിരുന്ന ആര്യ രാജേന്ദ്രന് കഴിഞ്ഞ ടീമിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തിരുവനന്തപുരം മേയർ എന്നൊരു പദവി CPM കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന അവകാശവാദവുമായി ഇവർ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു. കേവലം 21 വയസ്സ് മാത്രമാണ് പ്രായം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുടവൻമുകളിൽ നിന്നുള്ള കൗൺസിലറായിരുന്ന ആര്യ രാജേന്ദ്രൻ അന്ന് ഏകദേശം 549 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രയും അധികം ജനകീയ പിന്തുണ അവർക്കുണ്ടായിരുന്നു. എന്നാലും ആര്യ രാജേന്ദ്രനെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയറാക്കി, എന്നാൽ സ്വന്തം പ്രയത്നം കൊണ്ടും കയ്യിലിരിപ്പ് കൊണ്ടും കഴിഞ്ഞ 5 വർഷം കൊണ്ട് CPMന്റെ കയ്യിൽ ഭദ്രമായിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷനെ ആര്യ രാജേന്ദ്രൻ BJPയുടെ കയ്യിൽ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു കൊടുത്തു. അത്രയധികം സ്വജനപക്ഷപാതം, പക്വതക്കുറവ്, രാഷ്ട്രീയമായ അഹങ്കാരം, പാർട്ടിക്കാരെ പോലും കേൾക്കാത്ത രീതിയിലുള്ള പെരുമാറ്റവും ആര്യ രാജേന്ദ്രനാൽ ഉണ്ടാക്കപ്പെട്ട ഭരണവിരുദ്ധ വികാരവും ഒക്കെ കാരണം 5 വർഷം തിരുവനന്തപുരത്ത് ആര്യാവിരുദ്ധത നിറഞ്ഞാടിയതിന്റെ ഭാഗമായി ഇത്തവണ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ ഒരു BJPക്ക് മേയർ ഉണ്ടാവുന്നു. തിരുവനന്തപുരം പോലെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേയർ പദവിയിലേക്ക്, അധികാര പദവിയിലേക്ക് BJP വരുന്ന സാഹചര്യമുണ്ടായി. നഗരസഭയിലെ ആരോഗ്യ വിഭാഗത്തിൽ 295 താൽക്കാലിക തസ്തികകളിലേക്ക് പാർട്ടി പ്രവർത്തകരുടെ പട്ടിക ആവശ്യപ്പെട്ടുകൊണ്ട് CPM ജില്ലാ സെക്രട്ടറിക്ക് മേയറുടെ ഔദ്യോഗിക ലെറ്റർ പാഡിൽ നിന്ന് കത്തയച്ചതും 2024 ഏപ്രിലിൽ പാളയത്ത് വെച്ചൊരു സാധാരണക്കാരനായിരുന്ന KSRTC ഡ്രൈവർ യദുവുമായി ഉണ്ടായ പരസ്യമായ തർക്കം, അന്ന് മേയറും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാറ് ബസ്സിന് കുറുകെയിട്ട് തടഞ്ഞ് ഗതാഗത തടസ്സം ഉണ്ടാക്കിയതും ഷോ ഓഫ് കാണിച്ചതും ഒക്കെ നമ്മൾ മറന്നിട്ടില്ല. ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന നിലയിൽ അവർക്ക് ലഭിച്ച അംഗീകാരത്തിനൊപ്പം തന്നെ ഭരണപരമായ കാര്യങ്ങളിൽ അനുഭവ സമ്പത്തില്ല എന്ന വിമർശനം തുടക്കകാലം മുതൽ ഉണ്ടായിരുന്നു. വ്യക്തിപരമായി ആര്യ അധികാരത്തിൽ കയറിയ സമയത്തൊക്കെ ഞാൻ വളരെ സന്തോഷിച്ചിരുന്നു. കാരണം 21 വയസ്സിൽ തന്നെ ഒരു രാഷ്ട്രീയമായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊസിഷനിലേക്ക് ഒരു സ്ത്രീ എത്തുക എന്നുള്ളത് അത്ര നിസ്സാരമായ ഒരു കാര്യമായിരുന്നില്ല. എന്തായാലും കയ്യിൽ അധികാരം കിട്ടിയപ്പോൾ പക്വതക്കുറവ് ഉണ്ടാകുമെന്നുള്ളത് സ്വാഭാവികമാണ്, ചെറിയ പ്രായമാണ്. പക്ഷേ ഇത് തിരുത്താമായിരുന്നിട്ട് പോലും 5 വർഷം കൊണ്ട് തിരുത്തിയില്ല എന്നിടത്താണ് ആര്യയുടെ വീഴ്ചയുള്ളത്. എന്നാൽ നഗരസഭയിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ പാർട്ടി നേതാക്കളുടെ നിർദ്ദേശാനുസരണം മാത്രമാണ് എടുക്കുന്നതെന്ന് പ്രതിപക്ഷം പാർട്ടികളൊക്കെ ആരോപിച്ചപ്പോൾ പോലും പാർട്ടി ആര്യയ്ക്ക് തന്നെ എതിരായി മാറിയതാണ് നമ്മൾ പിന്നീട് കാണുന്നത്. ബാലുശ്ശേരി MLA ആയ സച്ചിൻ ദേവിനെയാണ് ഇവർ വിവാഹം കഴിച്ചത്. സ്വജനപക്ഷപാതവും ഈ മേയർ പോരാ എന്ന ഒരു പേരുമൊക്കെ അവർ വളരെ പെട്ടെന്നാണ് സമ്പാദിച്ചെടുത്തത്. അന്ന് KSRTC ബസ് ഡ്രൈവറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മേയറും സച്ചിൻ ദേവ് MLAക്കുമെതിരെ CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ അതിരൂക്ഷ വിമർശനമൊക്കെ ഉയർന്നിരുന്നു. ജില്ലാ കമ്മിറ്റിയിൽ ഇവർക്കെതിരെ ഉണ്ടായ വിമർശനം അന്നത്തെ ജില്ലാ കമ്മിറ്റിയുടെ റിപ്പോർട്ടുകളൊക്കെ പുറത്തേക്ക് വന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. അന്ന് ഈ രണ്ടാളുകളും ചേർന്ന് നടുറോടി കാണിച്ച ഗുണ്ടായുസവും ഷോവനിസവും ഒക്കെ നിങ്ങൾ ഇപ്പോഴും മറന്നിട്ടുണ്ടാവില്ല. മാത്രമല്ല അതിന് തൊട്ട് പിന്നാലെ ഒരുപാട് പ്രശ്നങ്ങൾ ആര്യയുടെ തലയിലേക്ക് വരുന്നുണ്ട്. തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്തെ ആമീഴഞ്ചാൻ തോട്ടിൽ ശുചീകരണ തൊഴിലാളിയെ ജോയി മരിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു. തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗമായ തമ്പാനൂരിലെ വേസ്റ്റ് പോലും നീക്കാൻ ആര്യയുടെ ഭരണം കൊണ്ട് സാധിച്ചില്ല എന്നിടത്താണ് മറ്റൊരു പ്രധാനപ്പെട്ട പാളിച്ച ഉണ്ടായത്. നഗരത്തിന്റെ ഹൃദയഭാഗത്തെ മലിനീകരണം ചർച്ചയാകുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയം അവലോകനം ചെയ്യാൻ ഒരു CPM ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നിരുന്നു. അന്ന് മേയർ ആര്യ രാജേന്ദ്രനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. നഗരസഭാ ഭരണം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് മേയർ കാര്യങ്ങൾ എത്തിച്ചുവെന്ന് നമ്മൾ മാധ്യമങ്ങൾ പറയുന്നതിന് മുൻപ് തന്നെ ആദ്യം പറഞ്ഞത് അവരുടെ പാർട്ടിക്കാർ തന്നെയാണ്. നഗരസഭയിലെ സംഭവ വികാസങ്ങൾ, എടുക്കുന്ന തീരുമാനങ്ങൾ LDF കൗൺസിലർമാരെ പോലും മേയർ അറിയിക്കുന്നില്ലെന്ന ആക്ഷേപമൊക്കെ ഉയർന്നിരുന്നു. എന്നാലും ഇതിൻ്റെ അതൃപ്തി പല തരത്തിലും ഉണ്ടായിരുന്നു. എന്നാലും അത് ജനങ്ങൾക്കുണ്ടായിരുന്നു. അന്ന് നഗരസഭയിലെ കെട്ടിട നമ്പർ തട്ടിപ്പ് സംഭവമൊക്കെ ആരെയും അറിയിക്കാതെ മേയർ സ്വന്തം നിലയ്ക്ക് പരിഹരിക്കാൻ ശ്രമിച്ചതും അതിനുശേഷം ബാർ അനുമതി ലഭിക്കാനായി തിരുവനന്തപുരം ഗവൺമെന്റ് സ്കൂളിന്റെ ഗേറ്റ് ദ്രുതഗതിയിൽ മാറ്റി സ്ഥാപിച്ചതും പാളയം ഏരിയ സമ്മേളനം നടത്താൻ വഞ്ചൂർ റോഡ് കെട്ടിയടച്ചതും തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യ സംസ്കരണ പദ്ധതികൾ പണിപാളിയതും സ്മാർട്ട് സിറ്റി റോഡ് പണികൾ പൂർത്തിയാക്കാതെ കാലതാമസം വരുത്തിയതും വെള്ളപ്പൊക്കവും ഇവിടുത്തെ ഡ്രെയിനേജ് സംവിധാനത്തിന്റെ പരാജയം ഒക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ആര്യക്കെതിരെ അതിഭീകരമായ ഭരണവിരുദ്ധ വികാരം ജനങ്ങൾക്കിടയിൽ നിന്നുണ്ടായിരുന്നു, പാർട്ടിയിൽ നിന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത്തവണ ആര്യയെ ആരും അടുപ്പിച്ചില്ല. ആര്യയെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കാൻഡിഡേറ്റ് പോലും ആക്കില്ല. അന്ന് സ്വാഭാവികമായും ആളുകൾ ചോദിച്ചു എന്തുകൊണ്ട് ആര്യ രാജേന്ദ്രനെ പരിഗണിച്ചില്ല എന്ന് ചോദിച്ചപ്പോൾ അന്ന് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് ആര്യയെ പരിഗണിക്കാതിരിക്കുന്നതല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആര്യയുടെ പേര് പരിഗണിക്കുമെന്നുള്ളതായിരുന്നു. പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നിട്ട് പോലും ആര്യയെ പരിഗണിച്ചില്ല എന്നു മാത്രമല്ല, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്കുള്ള തെരഞ്ഞെടുപ്പിലോ അതിനുശേഷം ഇപ്പോൾ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രചരണത്തിലോ ആര്യയെ പങ്കെടുപ്പിച്ചില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. ആര്യയെ കണ്ടാൽ ആളുകൾ വോട്ട് ചെയ്യില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ
ദിവസം സച്ചിൻ ദേവിൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ എടുക്കുന്നത് കണ്ടു. അന്ന് സച്ചിനോട് ചോദിച്ചു ആര്യ പ്രചരണത്തിന് വരുമോ എന്ന് ചോദിച്ചപ്പോൾ സച്ചിൻ ദേവ് പറഞ്ഞ മറുപടി, ആര്യ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുമായി ചേർന്നാണ് പ്രവർത്തിക്കുന്നത്, തിരുവനന്തപുരത്താണ് ആര്യയുടെ പ്രചരണ മേഖലയുള്ളത്, അതുകൊണ്ട് ഇടയ്ക്ക് വല്ലതും ബാലുശ്ശേരിയിലേക്ക് വന്നാലായി, അല്ലാത്ത പക്ഷം അവിടെ തന്നെ ആയിരിക്കും പ്രചരണ പ്രവർത്തനങ്ങൾ ഏർപ്പെടുക എന്നുള്ളതാണ്. എന്നാൽ തിരുവനന്തപുരത്തുള്ള നമ്മൾ ആരും ഇതുവരെ ആര്യയെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പോലും കണ്ടില്ല എന്നതാണ് സത്യം. പക്ഷേ ഇന്ന് നമ്മൾ ആര്യയെ കാണുകയാണ്. എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഒരു റോളും ഇല്ലാതെ നിൽക്കുന്ന മുൻ മേയറെയാണ്. കോർപ്പറേഷൻ ഭരണം നഷ്ടമായ ശേഷം ഈ പൊതുവേദികളൊന്നും ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം നേമമണ്ഡലത്തിലെ പൊതുസമ്മേളനത്തിൽ എം എ ബേബി പങ്കെടുക്കുന്നൊരു ചടങ്ങുണ്ട്. അന്ന് എം എ ബേബി നടന്നു പോകുന്നത് മുതലുള്ള ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നു. പക്ഷേ എം എ ബേബി പോയിട്ട് തിരുവനന്തപുരം മണ്ഡലത്തിൽ ആര്യയെ കൈപിടിച്ചു കൊണ്ടുവന്ന വി ശിവൻകുട്ടി അടക്കമുള്ള ആളുകൾ ആര്യയെ ഒന്ന് നോക്കുകയോ ചിരിക്കുകയോ പോലും ചെയ്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേവലം ഒരു കാഴ്ചക്കാരിയുടെ റോൾ മാത്രമായിരുന്നു ആര്യയ്ക്കുണ്ടായിരുന്നത്. വലിയൊരു സദസ്സായിരുന്നു. ആ സദസ്സിന്റെ ഒരു കോണിൽ ആര്യ രാജേന്ദ്രൻ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കുഞ്ഞുണ്ടായിരുന്നു കൂടെ വന്ന് ആരൊക്കെ കുഞ്ഞിനെ കളിപ്പിക്കുകയും ചിരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ആരും ആര്യയോടൊന്ന് സംസാരിക്കുകയോ വന്ന് സ്റ്റേജിലിരിക്കാൻ ആവശ്യപ്പെടുകയോ ഒരു പ്രസംഗം നടത്താൻ പറയുന്നത് പോലും നമ്മൾ കണ്ടില്ല. ഒരുപക്ഷെ തിരുവനന്തപുരത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും ഒരു കോർപ്പറേഷന്റെ മേയറായിരുന്ന ഒരു വ്യക്തിക്ക് ഇത്രമേൽ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഇത്രമേൽ അവഗണന കിട്ടുന്നത്. ഈ സംഭവം നടക്കുന്ന പൂജപ്പുരയിലെ പൊതുയോഗ മൈതാനത്താണ്. സ്ഥാനാർത്ഥി വരും മുൻപേ തന്നെ ആര്യ സ്ഥലത്തെത്തിയിരുന്നു. പക്ഷേ ഉദ്ഘാടകനായ ആൾ വന്നപ്പോഴും കാഴ്ചക്കാരിയായി മാത്രം ആര്യ മാറി നിൽക്കുന്നതാണ് കണ്ടത്. പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ വേദിയിലേക്ക് ക്ഷണിച്ചു, പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ സംസാരിച്ചു. പക്ഷേ മുൻ മേയർ അപ്പോഴും കസേര പോലും കിട്ടാതെ അല്ലെങ്കിൽ കസേരയിൽ ഇരിക്കാതെ ഒരു കോണിൽ മാറിയിരിക്കുന്നതാണ് കണ്ടത്. ഏകദേശം 1.5 മണിക്കൂറോളമാണ് എം എ ബേബി സംസാരിച്ചത്. പക്ഷേ അതിനുശേഷം അവർ നിയമത്തിൻ്റെ അടുത്ത ഘട്ടത്തിൽ അവർ വി ശിവൻകുട്ടി ജയിച്ചാൽ എന്തൊക്കെ ചെയ്യുമെന്നുള്ള പ്രകടന പത്രിക വരെ പുറത്തിറക്കി. പക്ഷേ ഇതൊക്കെ കണ്ട് വെറും കാഴ്ചക്കാരിയായി നിന്ന ആര്യ മാധ്യമങ്ങൾക്കൊരു ബൈറ്റും കൊടുത്തില്ല, വേദിയിൽ കയറിയില്ല, എം എ ബേബിക്കോ ശിവൻകുട്ടിക്കോ ഒരു ഷെയ്ക്ക് ഹാൻഡ് പോലും കൊടുക്കാതെ നേതാക്കൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങും മുൻപ് തന്നെ തിരികെ വീട്ടിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതായത് അവഗണനയുടെ പാരമ്യമായിരുന്നു ആര്യയ്ക്ക് ഇന്നലെ ഉണ്ടായത്. ആര്യയെ കണ്ടാൽ ആളുകൾ വോട്ട് ചെയ്യുന്നില്ല എന്നൊരു ഘട്ടത്തിലേക്ക് വന്നത് നേതാക്കൾ തന്നെ തിരിച്ചറിഞ്ഞിട്ടുള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ആര്യയെ അവർ പ്രചരണത്തിന് അടുപ്പിക്കാത്തത്. എന്തായാലും ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായിരുന്ന ഏറ്റവും പ്രൈം പൊസിഷനിൽ നിന്നൊരു സ്ത്രീയുടെ ഒരു പാർട്ടി പ്രവർത്തകയുടെ അധപ്പതനമാണ് നമ്മൾ കണ്ടത്.